വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന്റെ ആദ്യ ഭാഗമാണ്. അപ്പൊ തിരുവിതാംകൂർ രാജവംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഒരിത്തിരി അധികം കണ്ടന്റ് കൂടുതൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ക്ലാസ് ഇത്തിരി ലെങ്തി ആവും. എനിക്കറിയാം, ഒരു യൂട്യൂബ് ചാനലിലും കുട്ടികൾ കുറേ അധികം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ കാണാൻ താല്പര്യപ്പെടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കണമെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടും. എന്നെ പോലുള്ള പ്രത്യേകിച്ച് പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിയ ആളുടെയൊക്കെ ക്ലാസ്സുകൾ, ലെങ്തി വീഡിയോസ് ഒക്കെ കുട്ടികൾ കാണുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഇത് ആര് കണ്ടാലും അവർക്ക് ഗുണമാകട്ടെ, അപ്പൊ ഞാൻ താൽക്കാലിക ഗുണം നോക്കാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ് എടുക്കും. ഡിഗ്രി ലെവലിന് നിങ്ങൾ എങ്ങനെ പഠിക്കണം, അപ്പൊ ഇത് ഡിഗ്രി ലെവൽ തൊട്ട് ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ലെവലിലുള്ള കുട്ടികൾക്ക് വരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള തിരുവിതാംകൂർ രാജവംശത്തിന്റെ ക്ലാസ് ആണ്. താല്പര്യമുള്ള കുട്ടികൾ ഭംഗിയായിട്ട് നിങ്ങൾ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് പരീക്ഷയ്ക്ക്, അതായത് ഡിഗ്രി ലെവൽ എക്സാമിന് തിരുവിതാംകൂർ രാജവംശം പഠിക്കാനുണ്ട്. ഇപ്പൊ പ്രിലിംസിനുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ തിരുവിതാംകൂർ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും എന്തായാലും കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ച് പറയാണ്. തിരുവിതാംകൂർ രാജവംശം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിൽ പണ്ടുകാലത്ത് അറിയപ്പെട്ടു, അല്ലെ? തിരുവിതാംകൂർ രാജവംശത്തിന്റെ പണ്ടുകാലത്തെ പേര് എന്തായിരുന്നു? തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ വഞ്ചി ഭൂപതിമാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജവംശവും തിരുവിതാംകൂർ രാജവംശമാണ്. ഇപ്പൊ തൃപ്പാപ്പൂർ സ്വരൂപം എന്നും വഞ്ചി ഭൂപതിമാർ എന്നും അറിയപ്പെട്ടിരുന്നതാണ് തിരുവിതാംകൂർ രാജവംശം. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അപ്പോൾ വനിതകള്, പോലീസ് സേന ഉണ്ടായിരുന്നു അവർക്ക്, പക്ഷേ പോലീസിനെ, അന്നത്തെ പോലീസ് സംവിധാനത്തിന് കാവൽ നോക്കിയാ വിളിച്ചിരുന്നത്, തിരുവിതാംകൂറിലെ പോലീസ് സിസ്റ്റത്തിനെ വിളിച്ചിരുന്നത്. അപ്പൊ ആദ്യം എന്താണ്, പുരുഷന്മാരായിരുന്നു. പിന്നെ സ്ത്രീകളെ കൂടെ, വനിതകളെ കൂടെ പോലീസിലേക്ക് അവര് അപ്പോയിന്റ് ചെയ്തു. കൂടാതെ അടുത്ത പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തി. അടുത്തത് നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് സ്വന്തമായി നാണയം ഇറക്കാനായിട്ട് അധികാരം ഉണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം കൂടിയായിരുന്നു തിരുവിതാംകൂർ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സ്വന്തമായിട്ട് നാണയം ഇറക്കാൻ ഒരേ ഒരു നാട്ടുരാജ്യത്തിന് മാത്രമേ റൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ആർക്കാണ്? തിരുവിതാംകൂറിനാണ്. കൂടാതെ സ്വന്തമായി തപാൽ സംവിധാനം നിലവിലുണ്ടായിരുന്ന ആദ്യ നാട്ടുരാജ്യമാണ് തപാൽ സംവിധാനം. അപ്പൊ തിരുവിതാംകൂർ പോസ്റ്റൽ സിസ്റ്റത്തിനെ നമ്മൾ അഞ്ചൽ സംവിധാനം എന്നാ വിളിച്ചിരുന്നത്. അന്നത്തെ പോസ്റ്റ്മാനെ അഞ്ചലോട്ടക്കാരൻ എന്നാ വിളിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പൊ തപാൽ സംവിധാനം നിലവിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യമാണ്. കൂടാതെ ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ്. രണ്ടാമത് നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് ഏത്? തിരുവിതാംകൂർ. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. 1888 കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 നിലവിൽ വന്നു. അത് തിരുവിതാംകൂറിലാണ് നിലവിൽ വന്നത്. ഇനി നോക്കൂ, തിരുവിതാംകൂർ രാജാക്കന്മാരെ നമ്മൾ പത്മനാഭദാസന്മാർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുണ്ട്, ആ രാജാക്കന്മാരെ പത്മനാഭദാസന്മാർ എന്ന് വിളിക്കുന്നു. എന്താ കാരണം? അവരുടെ പ്രധാന ആരാധനാമൂർത്തി, തിരുവിതാംകൂറുകാരുടെ പ്രധാന ആരാധനാമൂർത്തി ആരായിരുന്നു? ശ്രീ പത്മനാഭസ്വാമി ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേ. ഇനി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വളരെ വിലപിടിപ്പുള്ള താളിയോല ഗ്രന്ഥങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ഇല്ലേ? ആ താളിയോല ഗ്രന്ഥങ്ങൾക്ക് വിളിക്കുന്നത് മതിലകം രേഖകൾ എന്നാണ്. എന്താ വിളിക്കണേ? മതിലകം രേഖകൾ എന്നാണ് വിളിക്കണേ. അതോർക്കണം. ഇനി അപ്പൊ പത്മനാഭസ്വാമിയാണ് പ്രധാന ആരാധനാ മൂർത്തി എന്ന് പറഞ്ഞു, അല്ലെ? ഇനി അടുത്ത നമ്മൾ പറയാണ്, തിരുവിതാംകൂറിലെ രാജാക്കന്മാരുണ്ടാവുമല്ലോ.
അവര് രാജാക്കന്മാരായിട്ട് കിരീടധാരണം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ചടങ്ങുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ കിരീടധാരണം നടത്തുന്ന ചടങ്ങിനെ നമ്മൾ ഹിരണ്യഗർഭം എന്നാ വിളിക്കണേ. അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഹിരണ്യഗർഭാണ്. ഈ ഹിരണ്യഗർഭം എന്ന ഈ ചടങ്ങ് ആരംഭിക്കുന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. കൂടാതെ ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഈ ചടങ്ങിന് പാല് ചേർന്ന ഒരു മിശ്രിതം അവർ ഉപയോഗിച്ചിരുന്നു. ആ മിശ്രിതത്തിന് നമ്മൾ പഞ്ചഗവ്യം എന്നാണ് വിളിക്കുന്നത്. ഹിരണ്യഗർഭം ചടങ്ങിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർന്ന മിശ്രിതത്തിന്റെ പേരെന്താണ്? പഞ്ചഗവ്യം എന്നാണ്. തിരുവിതാംകൂർ രാജവംശത്തിന് സ്വന്തമായി ഒരു ദേശീയ ഗാനം ഉണ്ടായിരുന്നു. അതിനെ വഞ്ചീശ മംഗളം എന്നാണ് വിളിക്കുന്നത്. ഈ വഞ്ചീശ മംഗളം രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. കൂടാതെ തിരുവിതാംകൂർ രാജവംശത്തിന് സ്വന്തമായി ഒരു മുദ്ര ഉണ്ടായിരുന്നു. മുദ്ര ശംഖാണ്. കൂടാതെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മന്ത്രിമാരെ ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. എന്താ വിളിച്ചിരുന്നത്? ഒന്നുകിൽ ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ്. ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ രാജാവ് അനിഴം തിരുനാൾ, പ്രശസ്തനായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കുറിച്ചാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കിളിമാനൂർ കോയിത്തമ്പുരാന്റെ മകനാണ്. അപ്പൊ കിളിമാനൂർ കോയിത്തമ്പുരാന്റെ മകനായി 1706 1706 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണ കാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. അപ്പൊ 29 മുതൽ 58 വരെയുള്ള കാലയളവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ നമ്മൾ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ്. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിന്റെ അശോകൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി തിരുവിതാംകൂറിന്റെ അശോകൻ എന്നറിയപ്പെടുന്ന മഹാരാജാവ് എന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കൂടാതെ ഇദ്ദേഹത്തിന്റെ ഒരു പോളിസിയാണ് എന്താണ്? പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, അതായത് നിണവും ഇരുമ്പും നയം. നിണവും അല്ലെങ്കിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് മെഡീവൽ ഇന്ത്യ പഠിച്ചപ്പോ പഠിച്ചു അല്ലെ? അപ്പൊ ജർമ്മനിയിലെ ബിസ്മാർക്കിന്റെ നയമാണ് ഏത്? ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്നത്. ആ നയം ഫോളോ ചെയ്തിട്ടുള്ള ആളാണ് ബാൽബൻ എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തിരുവിതാംകൂറിൽ പഠിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി മാർത്താണ്ഡവർമ്മ അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നുകൂടി അറിയപ്പെടുന്നു. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കൽക്കുളം, അതായത് പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം. എന്നാൽ അദ്ദേഹത്തിന്റെ കാലത്തെ വ്യാപാര തലസ്ഥാനം ഏതാണ്? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? മാവേലിക്കരയാണ്. ഭരണ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണേ? പത്മനാഭപുരവും. എന്നാൽ വ്യാപാര തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ മാവേലിക്കരയും നമ്മൾ പറയും. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ അമ്മാവൻ രാമവർമ്മ എന്ന് പറയുന്ന രാജാവാണ് ഇദ്ദേഹത്തിന് മുൻപ് ഭരണം നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ഭരണം ഇദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ രാമവർമ്മ രാജാവ് ഭരിക്കുമ്പോൾ ഇദ്ദേഹം ആരായിരുന്നു? യുവരാജാവായിരുന്നു. കാരണം അപ്പൊ അമ്മാവനാണ്. എങ്ങനെ അദ്ദേഹത്തിന് ഭരണം കിട്ടണേ? അന്നത്തെ കാലത്ത് മരുമക്കത്തായാണ് നിലനിന്നിരുന്നത്, മക്കത്തായല്ല. അതായത് ഏത് രാജാവാണോ ഭരിക്കുന്നത് ആ രാജാവിന്റെ പെങ്ങളുടെ മകനായിരിക്കും അടുത്ത അവകാശിയായിട്ട് വരിക. ആ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മരുമക്കത്തായം എന്ന് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മാവൻ രാമവർമ്മ രാജാവ് തിരുവിതാംകൂർ ഭരിക്കുമ്പോൾ 1723 ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 1729
മാർത്താണ്ഡവർമ്മ അധികാരത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഞാൻ 1723 എടുത്തു പറയാൻ കാരണം. അപ്പൊ ഇദ്ദേഹം യുവരാജാവാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടി മാർത്താണ്ഡവർമ്മ എന്നെ ഒപ്പുവെക്കുകയാണ് കേട്ടോ. അനിഴം മാർത്താണ്ഡവർമ്മ എന്നെ ഒപ്പുവെക്കുകയാണ്. പക്ഷെ അദ്ദേഹം ആ ഉടമ്പടിയുടെ പേര് വേണാട് ഉടമ്പടി എന്നാണ്. പക്ഷെ അദ്ദേഹം ഒപ്പുവെച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി അദ്ദേഹം ഒപ്പുവെച്ചപ്പോ അദ്ദേഹം വെക്കണല്ലോ നമ്മള്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് വേണാട് ഉടമ്പടി ആരൊപ്പുവെക്കുന്നത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്നത്. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ യുവരാജാവായിരുന്ന സമയത്ത് രാമവർമ്മ രാജാവ് ഭരിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൽ ആരുമായിട്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയാണ്. അപ്പൊ ഉടമ്പടി വേണാട് ഉടമ്പടി എന്നാണ് പറയണത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? അന്ന് തിരുവിതാംകൂർ എന്ന പേരിലായിരുന്നില്ല. തിരുവിതാംകൂർ എന്ന പേരില് തിരുവിതാംകൂർ രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അപ്പൊ വേണാടുമായിട്ടാണ് ബ്രിട്ടീഷുകാര് എന്ത് വെച്ചത്? ഈ സന്ധി ഒപ്പുവെച്ചത്. അപ്പൊ വേണാട് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നതെന്നും കൂടി നിങ്ങൾ ഓർക്കണം. പണ്ട് കാലത്ത് വേണാട് ചിറവാ സ്വരൂപം എന്ന പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു. അപ്പൊ വേണാടിന്റെ പഴയ പേരെന്താണ്? ചിറവാ സ്വരൂപം എന്നാണ്. അപ്പൊ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അല്ലെങ്കിൽ തിരുവിതാംകൂർ യുവരാജാവ് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ്? 1723 അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? വേണാട് ഉടമ്പടിയാണ്. അപ്പൊ എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ രാജ്യവുമായി നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടി വേണാട് ഉടമ്പടി. അപ്പൊ മാർത്താണ്ഡവർമ്മയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഉടമ്പടി പഠിച്ചു. 3 ഉടമ്പടികൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ആ 3 ഉടമ്പടിയും ഞാൻ ഒരുമിച്ച് പറയാണ്. അതിനുശേഷം മറ്റ് ഭരണകാര്യങ്ങളിലേക്ക് വരാം. അടുത്ത ഉടമ്പടിയുടെ പേരെന്താണ്? മാന്നാർ ഉടമ്പടി എന്നാണ്. ഈ മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്നത് പുറക്കാട് യുദ്ധം എന്ന് പറയുന്ന യുദ്ധവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ പറയാം അതെന്താണെന്ന് നമുക്ക് പറയാം. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ് മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും, മാർത്താണ്ഡവർമ്മയും കായംകുളത്തുള്ള രാജാവുമായിട്ട് ഒരു യുദ്ധം നടന്നിട്ടുണ്ടാവും. യുദ്ധത്തില് ആര് പരാജിതനായി? കായംകുളം രാജാവ് പരാജിതനാവുകയാണ്. അപ്പൊ മാന്നാർ ഉടമ്പടിയിൽ 1742 ഒരു മാന്നാർ ഉടമ്പടി ഒപ്പുവെക്കുകയാണ്. അത് കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ കേട്ടോ. അപ്പൊ ഉടമ്പടി ആവുമ്പോ എന്തുണ്ടാവും? കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. ആ കണ്ടീഷൻ ആര് ഫോളോ ചെയ്യണം? തോറ്റിട്ടുള്ള ആള് ഫോളോ ചെയ്യണം. എന്നാൽ എന്തുണ്ടായി? കുറച്ചു നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വ്യവസ്ഥകളൊക്കെ ആര് ലംഘിക്കാൻ തുടങ്ങി? മാർത്താണ്ഡവർമ്മയുമായിട്ട് ഉടമ്പടി വെച്ച കായംകുളം രാജാവ് വ്യവസ്ഥകൾ ലംഘിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ തിരുവിതാംകൂർ സൈന്യം വീണ്ടും എവിടേക്ക് പുറപ്പെടുകയാണ്? കായംകുളത്തേക്ക് പുറപ്പെടുകയാണ്. കായംകുളത്തേക്ക് പുറപ്പെട്ട് 1746 കായംകുളം കീഴടക്കി. ക്ലിയർ ആയോ? ക്ലിയർ. അതായത് 1746 കായംകുളം കീഴടക്കി. അപ്പൊ കായംകുളം കീഴടക്കിയ ഈ യുദ്ധത്തെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? പുറക്കാട് യുദ്ധം എന്ന് വിളിക്കണം. അപ്പൊ ആ ഒരു യുദ്ധവും പഠിച്ചു, നമ്മൾ ഒരു ഉടമ്പടിയും പഠിച്ചു. പുറക്കാട് യുദ്ധം, മാന്നാർ ഉടമ്പടി. ഇനി നമ്മൾ ആലപ്പുഴ ജില്ലയൊക്കെ പഠിക്കുമ്പോൾ കായംകുളത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കായംകുളത്തിന്റെ പഴയ പേരെന്താന്ന് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓടനാട് എന്നാത്രേ കായംകുളത്തെ പണ്ട് കാലത്ത് വിളിച്ചിരുന്നേ. അതുകൊണ്ട് പുറക്കാട് യുദ്ധത്തിന്റെ വേറൊരു പേര് ഓടനാട് യുദ്ധം എന്നും കൂടിയാണ്. അപ്പൊ ഓടനാട് കീഴടക്കിയ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുറക്കാട് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അതാണ് പുറക്കാട് യുദ്ധം, ഓടനാട് യുദ്ധം. അതിന്റെ എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറയുന്നത് മാന്നാർ ഉടമ്പടിയാണ്. പുറക്കാട് യുദ്ധം 1746 സാധാരണ യുദ്ധം കഴിഞ്ഞിട്ടാ ഉടമ്പടി ഉണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ 1742 മാന്നാർ ഉടമ്പടി നടന്ന് 1746 പുറക്കാട് യുദ്ധം നടക്കണത്. കാരണം മനസ്സിലായല്ലോ, ഉടമ്പടി ലംഘിച്ചത് കൊണ്ടാണ് ഇവിടെ യുദ്ധം നടന്നത്, അല്ലാണ്ട് യുദ്ധം നടന്നതിന് ശേഷം ഉടമ്പടി ഉണ്ടാക്കിയല്ല. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ചെമ്പകശ്ശേരി രാജ്യം എന്നും അറിയപ്പെടുന്നത് പുറക്കാടാണ് കേട്ടോ. അപ്പൊ പുറക്കാട് ഓടനാട് എന്താ പറയുന്നത്, കായംകുളം കീഴടക്കി യുദ്ധമായതുകൊണ്ട് അതിനെ ഓടനാട് കീഴടക്കി യുദ്ധം എന്നും വിളിക്കാം. പിന്നെ പുറക്കാട് യുദ്ധം എന്ന് വിളിക്കാം. ചെമ്പകശ്ശേരി രാജ്യം എന്നറിയപ്പെടുന്നതും പുറക്കാടാണെന്ന് ഓർക്കുക. അതായത് അമ്പലപ്പുഴയുടെ കുട്ടനാട് താലൂക്കുകളൊക്കെ ഇല്ലേ, അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കുകൾ, അതൊക്കെ ഈ പുറക്കാടിന്റെ ഭാഗമായിട്ട് വരും കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു ഉടമ്പടിയും കൂടി നിങ്ങൾ നോക്കി വയ്ക്കാം. മൂന്നാമത്തെ ഉടമ്പടിയുടെ പേര് മാവേലിക്കർ ഉടമ്പടി എന്നാണ് കേട്ടോ. അപ്പൊ മാവേലിക്കർ ഉടമ്പടി എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 1753 ഓഗസ്റ്റ് 15 എന്നാണ്. 1753 1753 ഓഗസ്റ്റ് 15 മാവേലിക്കർ ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ്.
ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ്. ഒക്കെ എന്താണ്? മാവേലിക്കര ഉടമ്പടിയാണ്. അപ്പൊ മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് എന്തുണ്ടായി? ഡച്ചുകാർ കുരുമുളകിന് പകരമായിട്ട്, അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കുരുമുളക്, ഏലക്ക, അങ്ങനെയുള്ള നല്ല സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോലാണ് പ്രധാനമായിട്ടും യൂറോപ്യന്മാർ ഇവിടെ വന്ന് പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇവിടെ കുരുമുളകിന് പകരമായിട്ട് നിങ്ങൾ അങ്ങനെ എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയാൽ പറ്റില്ല, എന്തു തരണം? യുദ്ധ സാമഗ്രികൾ ഞങ്ങൾക്ക് പകരം തരണം, അങ്ങനെ തിരുവിതാംകൂർ നൽകണം എന്ന് പറഞ്ഞ് തിരുവിതാംകൂറിന്റെ എന്താ പറയാ ഒരു ധാരണ ഉണ്ടായിട്ടോ. അപ്പൊ തിരുവിതാംകൂർ നൽകണം. അപ്പൊ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പിന്നെ ആരാ ഇടപെടാനും പാടില്ല, നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഇടപെടരുത്. രണ്ട് കാര്യങ്ങൾ മാവേലിക്കര ഉടമ്പടിയിൽ പറയണ്ടായി. ഡച്ചുകാരോട് ആര് പറയാണ്? മാർത്താണ്ഡവർമ്മ പറയാണ്, ഒന്ന് കുരുമുളക് തരാം, തന്നാൽ നിങ്ങൾ പകരം ഞങ്ങൾക്ക് എന്ത് തരണം? യുദ്ധസാമഗ്രികൾ തരണം. അടുത്തതോ, യുദ്ധസാമഗ്രികൾ മാത്രവും പോരാ, ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്, അല്ലെ? അതായത് ഇവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാൻ വരരുത്. അങ്ങനെ 3 ഉടമ്പടി പഠിച്ചു നമ്മള്. മാവേലിക്കര ഉടമ്പടി, മാന്നാർ ഉടമ്പടി, വേണാട് ഉടമ്പടി, അല്ലെ? ഇനി അടുത്തത് നമ്മൾ വീണ്ടും മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത ഭരണ കാര്യങ്ങളിലേക്ക് വരികയാണ്. അദ്ദേഹമാണ് ഇത്ര ആദ്യമായിട്ട് കണ്ടെഴുത്ത് തിരുവിതാംകൂറിൽ ആരംഭിച്ചത്. കണ്ടെഴുത്ത് നമ്മൾ കേട്ടെഴുത്ത് എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പൊ കണ്ടെഴുത്ത് കേട്ടിട്ടില്ല. എന്താ കണ്ടെഴുത്ത്? കണ്ടെഴുത്ത് പറഞ്ഞാൽ ഭൂസർവേയാണ്, വേറൊന്നുമില്ല. അപ്പൊ ഭൂസർവേ ആരംഭിച്ച മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിന് നികുതി നിർണ്ണയിക്കുന്ന സിസ്റ്റം, അതാണ് കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ. അങ്ങനെ നിലംപുരയിടങ്ങളൊക്കെ കണ്ടെഴുത്ത് നടത്താൻ വേണ്ടി മാർത്താണ്ഡവർമ്മ ഒരു വ്യക്തിയെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ പേര് മല്ലൻ ശങ്കരൻ എന്നാണ് കേട്ടോ. എന്താണ്? മല്ലൻ ശങ്കരൻ, വളരെ പ്രധാനമാണ് മല്ലൻ ശങ്കരൻ. ഇനി മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഭൂമിയെ 4 ആയിട്ട് അങ്ങോട്ട് ഭാഗിച്ചു. ദേവസ്വം ഭൂമി, ബ്രഹ്മസ്വം ഭൂമി, ദാസഭൂമി, പണ്ടാരവക ഭൂമി. ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ ഭൂമിയെ 4 ആയി വേർതിരിച്ചത്, 4 ആയി തിരിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. നീ കായംകുളത്ത് ഒരു കൃഷ്ണപുരം കൊട്ടാരണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഒരു ചുവർ ചിത്രമുണ്ട്. ആ ചുവർ ചിത്രം പണി കഴിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. അതുപോലെ തന്നെ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന സിസ്റ്റം ആരംഭിച്ച ഭരണാധികാരിമാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച, തിരുവിതാംകൂറിന്റെ വിസ്തൃതി എല്ലാം ഓരോരോരോ സ്ഥലങ്ങളൊക്കെ കീഴടക്കി വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച മഹാരാജാവാണ് ആര് എന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മ. മരുമക്കത്തായ സമ്പ്രദായം പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ അമ്മാമന്റെ പേര് രാമവർമ്മ മഹാരാജാവായിരുന്നു അമ്മാമൻ, അല്ലെ? അപ്പൊ ആ അമ്മാമന്റെ എന്താ പറയാ മരുമകനായിട്ട്, മരുമക്കത്തായ സിസ്റ്റം പ്രകാരം തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വന്ന രാജാവും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ മഹാരാജാവ്. മുമ്പൊന്നും സ്ഥിരം സൈന്യങ്ങൾ ഉണ്ടാവില്ല, ആവശ്യമുണ്ടെങ്കിൽ സൈന്യങ്ങളെ ഉണ്ടാക്കണു എന്നുള്ളതല്ലാണ്ട് പെട്ടെന്ന് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെന്നല്ല, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈന്യത്തെ അതതിന്റെ ആ സംഘത്തിന്റെ പേര് അല്ലെങ്കിൽ സൈന്യത്തിന്റെ പേര് മറവപ്പട എന്നായിരുന്നു കേട്ടോ. മറവപ്പട എന്ന് പറയുന്ന ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി. ഇനി കുറച്ച് കോട്ടയൊക്കെ നിർമ്മിച്ചു. വട്ടക്കോട്ട, അതുപോലെ തന്നെ കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, ഇതൊക്കെ പണിതതാരാണ്? തിരുവിതാംകൂറിൽ വട്ടക്കോട്ട നിർമ്മിച്ചത്, കിഴക്കേക്കോട്ട നിർമ്മിച്ചത്, പടിഞ്ഞാറേക്കോട്ട നിർമ്മിച്ചത് 3 ആരെന്നെയാണ്? മാർത്താണ്ഡവർമ്മേനെയാണ്. ഇനി അവിടെ ഒരു കോട്ടയുണ്ട്, ഉദയഗിരി കോട്ട. ഈ ഉദയഗിരി കോട്ട പുതുക്കി പണിതതും ആരെന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ് കേട്ടോ, മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കുറേയധികം ശത്രുക്കൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നാ പറയണേ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശത്രുവായിരുന്നു, ആദ്യമൊന്നും അത്ര വലിയ ശത്രുത ഉണ്ടായിരുന്നില്ല, പിന്നീട് ശത്രുത കൂടി. ആ ആൾക്കാരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന് പറയുന്നത്. കേട്ടുണ്ടോ നിങ്ങള്? അതായത് തിരുവിതാംകൂറിൽ അന്നത്തെ കാലത്ത് ക്ഷേത്രം വക വസ്തുക്കള് നമ്മൾ പറഞ്ഞില്ലേ, ദേവസ്വം ഭൂമി, ബ്രഹ്മസ്വം ഭൂമി എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ക്ഷേത്രം വക വസ്തുക്കളെ 8 ആയിട്ട് ഭാഗിച്ച് കരം പിരിക്കാൻ, അതായത് നികുതി പിരിക്കാനായിട്ട് ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. അങ്ങനെ ആ നായർ മാടമ്പിമാരെ 8 മാടമ്പിമാരെയാണ് നമ്മൾ 8 വീട്ടിൽ പിള്ളമാർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവര് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പൊ മാർത്താണ്ഡവർമ്മയ്ക്ക് അത് പിടിച്ചില്ല, തക്കം തോക്കി നിന്നു. അതിനുശേഷം തമിഴ്നാട്ടിലെ മേക്കാ മണ്ഡപത്തിൽ വെച്ച് എന്ത് ചെയ്തു?
എട്ട് വീട്ടിൽ പിള്ളമാരെ ആര് തൂക്കിലേറ്റി? മാർത്താണ്ഡവർമ്മ തൂക്കിലേറ്റി. അവരുടെ തറവാടുകളൊക്കെ ഇടിച്ചു നിരത്തി. 8 തറവാടിന്റെ സ്ഥാനത്ത് 8 കുളം അങ്ങോട്ട് കുത്തി. മനസ്സിലായോ? അങ്ങനെയാണ് കുളം തോണ്ടുക എന്ന് പറയുന്ന ഒരു ശൈലി മലയാളത്തിൽ വരാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഒരു മലയാള പദം കൂടെ പഠിച്ചു, കുളം തോണ്ട, നശിപ്പിക്കുക അല്ലെ. അവരെ പണി കഴിച്ചു. അങ്ങനെ തന്നെ ഇപ്പൊ ക്ലിയർ ആയില്ലേ? അങ്ങനെ കുറെ ആൾക്കാരായിട്ട് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മാർത്താണ്ഡവർമ്മ. അങ്ങനെ ചെറിയൊരു പ്രശ്നം വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം എന്താ പറയാ, ഒരു പ്ലാവിൽ വലിയൊരു എന്താ പറയുന്നത് സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിൽ ഒളിച്ചു എന്നൊക്കെയാ പറയണേ. ആ പ്ലാവിന്റെ പേര് അമ്മച്ചി പ്ലാവ് എന്നാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം, യുദ്ധമൊക്കെ വന്നപ്പോ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ഈ അമ്മച്ചിപ്ലാവ് ആണ് കേട്ടോ. ഇപ്പോഴും അമ്മച്ചിപ്ലാവ് ഉണ്ട്. അത് നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് കാണുന്നു എന്നാ പറയണേ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്തത്, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹം ധാരാളം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത്രേ പൊന്മന അണക്കെട്ട്, പുത്തൻ അണക്കെട്ട്, പൊന്മന അണക്കെട്ട്, പുത്തൻ അണക്കെട്ടൊക്കെ അദ്ദേഹം നിർമ്മിച്ച അണക്കെട്ടുകളാണ്. കൂടാതെ രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഒക്കെ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചവരായിരുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ കർത്താവാണ് രാമപുരത്തു വാര്യർ. കേട്ടിട്ടുണ്ടോ? ഈ വഞ്ചിപ്പാട്ട് ഏത് വൃത്തത്തിലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നതോന്നതാവൃത്തം. ഏതാണ് വൃത്തം? നതോന്നതാവൃത്തം. അപ്പൊ കുചേലപുരം വഞ്ചിപ്പാട്ടിന്റെ കർത്താവായ രാമപുരത്തു വാര്യർ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പിന്നെ പറയേ വേണ്ട, നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കലാ സാംസ്കാരിക രംഗങ്ങളെ കുറിച്ച് നമ്മൾ കേരളത്തിലെ ക്ലാസ് എടുത്തപ്പോ അതിൽ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊക്കെ നമ്മൾ പറയണ്ടായി അല്ലേ. ചാക്യാർകൂത്തും നങ്ങ്യാർകൂത്തും അങ്ങനെയുള്ള കാര്യങ്ങളും കുഞ്ചൻ നമ്പ്യാരും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ രാമപുരത്തുവാരും കുഞ്ചൻ നമ്പ്യാരും ആരുടെ? മാർത്താണ്ഡവർമ്മയുടെ സമകാലിയിലായിരുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ കർത്താവാണ് രാമപുരത്തു വാര്യര്. വഞ്ചിപ്പാട്ട് നദോന്നത വൃത്താണെന്നൊക്കെ ഓർക്കുക. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണ ശർമ്മ. ആരാണ്? കൃഷ്ണ ശർമ്മ എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന ഒരു സൈന്യമുണ്ട്, നായർ സമുദായത്തിലുള്ള സൈന്യം. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന നായർ സമുദായ സൈന്യത്തിന്റെ പേര് നായർ ബ്രിഗേഡ് എന്നാണ്. എന്താണ്? നായർ ബ്രിഗേഡ് എന്നാണ്. അതും കൂടെ ഓർത്തു വെക്കാട്ടോ. അപ്പോ ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വളരെ നമ്മൾ പറഞ്ഞു, മാർത്താണ്ഡവർമ്മ പത്മനാഭ ദാസനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി പത്മനാഭദാസനിൽ എത്തുന്നേക്കാൾ മുന്നേ മാർത്താണ്ഡവർമ്മ ധാരാളം ഭരണപരിഷ്കാരം നടത്തി. ഏറ്റവും ചെറിയ ഘടകങ്ങളെ അദ്ദേഹത്തിന്റെ കാലത്ത് ഏറ്റവും ചെറിയ എന്താ പറയാ, നാട്ടിൽ ഏറ്റവും ചെറിയ ഏരിയ, നമ്മൾ ഗ്രാമം, ഇന്നത്തെ കാലത്തെ പോലെ വില്ലേജ് അങ്ങനെയാ പറയുന്നത്. അപ്പൊ ആ വില്ലേജ് നോക്കി നടത്താൻ ആരെങ്കിലും വേണ്ടേ? അതിന്റെ ഭരണം നിർവഹിക്കാൻ. അവരെ നമ്മൾ പർവത്തിക്കാർ എന്നാ വിളിക്കണേ. പർവത്തിക്കാർ എന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്തെ വില്ലേജ് ഓഫീസർ. അപ്പൊ ഇന്നത്തെ വില്ലേജ് ഓഫീസർ അന്ന് അറിയപ്പെടുന്നത് പർവത്തിക്കാർ എന്ന പേരിലായിരുന്നു. ഈ ഗ്രാമങ്ങളെല്ലാം കൂടി കൂടുമ്പോ എന്താവും? ഗ്രാമങ്ങളുടെ കൂട്ടത്തെ മണ്ഡപത്തും വാതുക്കൽ എന്നാ വിളിക്കുക. മണ്ഡപത്തും വാതുക്കൽ, അതായത് ഇന്നത്തെ താലൂക്ക് ഓഫീസ്. അപ്പോ മണ്ഡപത്തും വാതുക്കൽ ഇന്നത്തെ താലൂക്ക് ഓഫീസ്. അതുപോലെ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ എന്താ പറയാ പോസ്റ്റ് എന്താണ്? പർവത്തിക്കാർ. എന്താണ്? പർവത്തിക്കാർ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന ബഡ്ജറ്റിനെ അന്ന് അവര് പതിവ് കണക്ക് എന്നാ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ പിന്നെന്താണ്? പോസ്റ്റൽ സിസ്റ്റത്തിന് അഞ്ചൽ എന്നാ വിളിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തഹസീൽദാരില്ലേ, തഹസീൽദാരിനെ കാരിക്കാർ എന്നാ വിളിച്ചിരുന്നത്. തഹസീൽദാരിനെ കാര്യക്കാർ. പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്, ധനമന്ത്രി ഇല്ലേ, അവരെ മുളക് മടിശീലക്കാർ എന്നാ വിളിച്ചിരുന്നത്. അപ്പൊ മുളക് മടിശീലക്കാർ ഫിനാൻസ് മിനിസ്റ്റർ അഥവാ എന്താണ് പറയാ, ധനമന്ത്രി അല്ലെ. അതുപോലെ വില്ലേജ് ഓഫീസർ പർവത്തിക്കാർ. പിന്നെ വില്ലേജ് ഓഫീസിനെ പകുതികൾ എന്നാ വിളിച്ചിരുന്നത് കേട്ടോ. വില്ലേജ് ഓഫീസ് പകുതികള്, തഹസീൽദാർ കാര്യക്കാര്, താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ. ഈ മണ്ഡപത്തും വാതുക്കൽ പ്രധാനമാണ്. മുളക് മടിശീലക്കാർ പ്രധാനമാണ്. ഇനി പതിവ് കണക്ക്, ബഡ്ജറ്റ്, അതൊക്കെ പ്രധാനമാണ്. പോസ്റ്റൽ സിസ്റ്റം നിങ്ങൾക്ക് അറിയുണ്ടാവും, അഞ്ചലാണ്. അപ്പൊ ഇത്രയൊന്നും ഓർക്കുക. ഇനി നമ്മള് പത്മനാഭദാസനായിട്ടുള്ള കഥയാണ് നമ്മൾ പറയണത്. പത്മനാഭദാസന്മാർ എന്നാണ് നമ്മൾ തിരുവിതാംകൂർ മഹാരാജാവിനെ പറയുന്നത്. അപ്പോ അങ്ങനെ പത്മനാഭദാസനായത് അദ്ദേഹം ഒരു തൃപ്പടി ദാനം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ചെയ്തിട്ട്. എന്താ സംഭവം? മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ, അതായത് രാജ്യത്തെ മൊത്തമായിട്ട് ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവത്തെ വിളിക്കുന്ന പേരാണ് തൃപ്പടിദാനം. അതായത് തന്റെ രാജ്യം ആർക്ക് കൊടുക്കുകയാണ്? പത്മനാഭസ്വാമിക്ക് കൊടുക്കുകയാണ്. ഇനി പത്മനാഭസ്വാമിയുടെ ദാസനായിട്ട്
നമ്മൾ അത് നോക്കി നടത്തണു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാന ആൾ ആരാണ്? പത്മനാഭസ്വാമി. ഈ സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് തൃപ്പടിദാനം. അത് 1753 ജാനുവരി 3, സോറി 1750 കേട്ടോ, 1750 ജാനുവരി 3, അല്ലെങ്കിൽ 925 മകരം 5, കൊല്ലവർഷം 925 മകരം 5, അല്ലെങ്കിൽ 1750 ജാനുവരി 3 തൃപ്പടിദാനം നടക്കണേ. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ എന്ത് പേരിൽ വിളിച്ചു? പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി രണ്ടാമത്തെ തൃപ്പടിദാനം ഉണ്ട് കേട്ടോ. അത് നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ. നമ്മൾ ധർമ്മരാജാവ് എന്ന് വിളിക്കും അദ്ദേഹത്തെ. കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജാവാണ് രണ്ടാമത്തെ തൃപ്പടിദാനം നടത്തിയത്. അത് 1766. അപ്പൊ 1750 ജാനുവരി 3, അല്ലെങ്കിൽ കൊല്ലവർഷം 925 മകരം 5 ഒന്നാം തൃപ്പടിദാനം നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെ. രണ്ടാം തൃപ്പടിദാനം 1766 നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ. ഇനി തൃപ്പടിദാനം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി ഉണ്ട് ഇത്രേ, അത് രചിച്ചത് ഉമാമഹേശ്വരിയാണ്. ആരാണ്? ഉമാമഹേശ്വരി. ഇനി നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള ഒരു 1-2 കാര്യങ്ങളാണ് പറയുന്നത്. മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നത്തെ രൂപത്തിൽ ഭംഗിയായിട്ട് പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ്. 1731 പുതുക്കി പണിതിൽ തുടങ്ങിയിട്ട് 33 കാലഘട്ടത്തിലാണ് അദ്ദേഹം അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ഇനി ഗന്ധകി നദീതടത്തിൽ നിന്ന് കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. അതൊന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഗന്ധകി അപ്പൊ ഏത് നദീതടത്തിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാലോ, ഗന്ധകി നദീതടത്തിൽ നിന്ന് കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി പണിതത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. ഇനി ഈ ഒറ്റക്കൽ മണ്ഡപത്തേക്കാൾ കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളായ മുറജപം, ഭദ്രദീപം തുടങ്ങിയവ ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാ? അദ്ദേഹം മാർത്താണ്ഡവർമ്മയാണ്. എന്താണ് മുറജപം അതുപോലെ തന്നെ ഭദ്രദീപം? നമ്മുടെ രാജ്യത്തിന്റെ, അതായത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായിട്ട് 6 വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവത്തിനെ നമ്മൾ മുറജപം എന്ന് വിളിക്കുന്നു. അതായത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമ്പലമാണ്. അപ്പൊ ആ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കീഴിലുള്ള എല്ലാ ആൾക്കാരുടെയും ഐശ്വര്യത്തിന് വേണ്ടി 6 വർഷത്തിൽ ഒരിക്കലും ഒരു ഉത്സവം നടത്തുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അതാണ് മുറജപം. അപ്പൊ മുറജപം 6 വർഷം കൂടുതൽ നടത്തുള്ളൂ. പക്ഷെ വർഷത്തിൽ 2 തവണ നടത്തുന്ന ചടങ്ങിനെ ഭദ്രദീപം എന്നു. അത് ചെറിയൊരു ചടങ്ങാണ്. വർഷത്തിൽ 2 തവണ നടത്തേണ്ട ഭദ്രദീപം. മുറജപം ആദ്യമായി ആഘോഷിച്ചത് 1750 1750 പ്രത്യേകത എന്താ? ഒന്നാം തൃപ്പടിദാനം നടന്ന സമയത്ത്. ഇനി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവഹക സമിതി ഉണ്ട്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത്രമാത്രം ഭൂസ്വത്തുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു സ്വത്തുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വേണം കിട്ടാൻ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണ നിർവഹക സമിതി ഉണ്ടായിരുന്നു. അതിനെ 8.5 യോഗം എന്നാ വിളിച്ചിരുന്നത്. അതായത് ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്ന 8 പോറ്റിമാർക്ക് ഒരു വോട്ട് വീതം. അപ്പൊ 8 വോട്ട് പ്ലസ് രാജാവിന് 1/2 വോട്ട്. അതാണ് 8.5 യോഗം എന്ന് അതിന് വിളിക്കുന്നത് കേട്ടോ. ഈ 8.5 യോഗം കൂടുമ്പോൾ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പറയുന്ന വ്യക്തികളായിരുന്നു. ആരായിരുന്നു? പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഇത്രയാണ് മാർത്താണ്ഡവർമ്മയെ കുറിച്ചും തിരുവിതാംകൂർ രാജവംശത്തിന്റെ തുടക്കത്തെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായിച്ചോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.